ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളുടെ കാലാവസ്ഥയൊക്കെ മാറി. എന്താ രസമെന്ന് നോക്കിക്കേ. അടിപൊളി കാലാവസ്ഥയല്ലേ നോക്കി. സന്തോഷം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇതുപോലെ ഒരു നടത്തം ഉള്ളതാണ്, നിങ്ങൾക്കറിയാലോ. രാവിലെ ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഫ്രഷ് എയർ എടുക്കുക, വർക്കിന് കയറുന്നതിന് മുമ്പായിട്ട് കേട്ടോ. ചുബുട്ടിയുണ്ട്, അവന് ഇഷ്ടം ഇതുപോലെ നടക്കാൻ വരാനും. പിന്നെ ക്യാമറ ആരെങ്കിലും പുറകിൽ നിന്ന് എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആളങ്ങ് സ്ലോ ഡൗൺ ആവും. എല്ലാ കാര്യങ്ങളും ഇഷ്ടമില്ല. അപ്പം നല്ലൊരു സുഖമാണ് ഈ സമയത്ത് നടക്കാമെന്ന് പറയുന്നത്. കുഞ്ഞ് നടത്തമാണ്, അതേ ദൂരമൊന്നുമില്ല. ഇച്ചിരി നടന്നിട്ട് ഞാൻ തിരിച്ചു വരും. ചുബുക്കുട്ട സ്റ്റക്കായി കാരണം പപ്പ ക്യാമറ കൊണ്ട് വന്നേക്കുന്നു. എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ഇപ്പം നിങ്ങൾ എന്നെ വിറ്റ് പൈസ ഉണ്ടാക്കേണ്ടതാണ് അവൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാലല്ലേ, കഴിഞ്ഞ വർഷം ഈ സമയത്ത് തന്നെ ഷൂട്ട് ചെയ്തായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരും. നോക്കിക്കേ, ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങിയിരിക്കുന്ന മരമല്ലേ, പക്ഷേ അതിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഇലകൾ വരാൻ തുടങ്ങിയ കണ്ടോ. ഇത് ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം തന്നെയാണ്, ഇതുപോലെ ഇലകൾ വരിക എന്ന് പറയുന്നത്. ഈ മരത്തിൽ ഒരു കുഞ്ഞില, ഈ മരമെന്നല്ല ഇതേലൊരു ഇല വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾക്ക്. വെട്ടമൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ തണുപ്പുണ്ട്, തണുപ്പ് കുറഞ്ഞു, ഒരുപാട് കുറഞ്ഞു. ഇതുണ്ടോ കേട്ടോ, വെല്ലൊക്കെ ആയി. അതിന് നല്ല മണമുള്ളൊരു പൂവാണ്. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി ഗാർഡനൊക്കെ റെഡിയാക്കണം അല്ലേ ചുപ്പട്ടി? ഞങ്ങൾ ഗാർഡൻ റെഡിയാക്കും. ഞങ്ങൾ പല കാര്യങ്ങളും ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഞങ്ങളുടെ ഡാഫഡിൽ പൂക്കൾ ആകെ പൂവെന്ന് പറഞ്ഞ് കാണിക്കാൻ ഞങ്ങൾക്കുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഫ്ലവർ കണ്ടോ, ചുമ്പുട്ടിയുടെ ഇത്. ഞങ്ങളുടെ ചുമ്പുട്ടി ഫ്ലവറിൻ്റെ അവിടെ കയ്യെ നമ്മുടെ കയ്യെ കുട്ടിക്കൊണ്ട് 3 പേന എടുത്തോ. ചുമ്പുട്ടിയുടെ കുഞ്ഞിട്രി, ചുമ്പുച്ചിയുടെ കുഞ്ഞിട്രി ആയത്. കിളികളുടെ ബഹളമാണ്. അപ്പച്ചൻ എന്നാണ് ചോദിച്ചാൽ. എന്തായാലും ഞങ്ങളതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പുറത്തോട്ടൊക്കെ ഒന്ന് പോയിന്ന് കറങ്ങാൻ പോയി. ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വന്നു. കാരണം ഉച്ചക്കത്തേക്കൊക്കെ ഇച്ചിരി ഐറ്റം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളല്ല, ഒരു ദിവസം ഇറങ്ങുമ്പോൾ പല കാര്യങ്ങൾ നടത്താൻ വേണ്ടിയായിരിക്കും നമ്മൾ പോകുന്നത്. പക്ഷേ ഞാനിത് കാണിക്കുന്നത് അതിനൊന്നും അല്ല കേട്ടോ, നമ്മുടെ കാലാവസ്ഥ മാറിയതാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇരുണ്ടല്ലേ. ഇപ്പം ഇരുളിച്ചയൊക്കെ മാറി ഞങ്ങൾക്ക് വെട്ടം വരാൻ തുടങ്ങി. എന്നാലും പുറത്ത് അത്യാവശ്യം ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. ഇവിടെ ഈ നമ്മളൊരു ഇരുട്ടത്ത് വെട്ടം ഇടുമ്പം കിട്ടുന്ന നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു മുറി കയറുമ്പോൾ എന്ന് പറഞ്ഞാലാണ്. ഞങ്ങൾക്ക് പുറത്ത് വെട്ടം വരുമ്പോഴേക്കും മനസ്സിന് ഇരുണ്ടിരുന്ന മനസ്സ് വേണം തുറന്നു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെ, വെട്ടം വെച്ചൊരു ഫീലാണ്. ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. നമ്മുടെ ആ മൂഡൊക്കെ ഒന്ന് മാറി ഭയങ്കര ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ വരുവാണ്. അത് നമ്മൾ ഇതുപോലുള്ള രാജ്യങ്ങളിൽ താമസിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ എന്നും നല്ല വെട്ടത്തിൽ ജീവിച്ചിട്ട് നമുക്ക് അതിൻ്റെ അത് മനസ്സിലാവത്തില്ല. അതാണ് കണ്ടോ, ഇലകളിലല്ല, മരങ്ങളിൽ ഇലകൾ ഒന്നും തന്നെ കാണുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും പതുക്കെ പൊട്ടി മുളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഒന്ന് കാണാൻ മാത്രമുണ്ട് കേട്ടോ. ചോറുണ്ണാൻ പോവുകയാണ്. വല്ലപ്പോഴും ഇതുപോലൊക്കെയുള്ള കറികൾ ഉണ്ടാവത്തുള്ളൂ. പതിവില്ലാതെ സുരേഷിന് സാമ്പാർ വേണം. സുരേഷിന് അതുപോലെ മുളക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം മുളക്. ഇതെന്നൊക്കെയെന്നറിയാമോ? ഇറച്ചി വറുത്തത്, പ്രോൺ വറുത്തത്. ഇതെന്നാണെന്നറിയാമോ? ലീക്കും സൂപ്പറാണ്. നമ്മുടെ ലീക്കും സ്പിനാച്ചൂടെ തോരൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ. സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ, അച്ചാർ മതി, ധാരാളം. ഇതൊക്കെ ആവശ്യത്തിനും അനാവശ്യത്തിനുമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ആവശ്യത്തിൽ കൂടുതലാണെന്ന് ഞാൻ ഇത് കണ്ടപ്പോൾ വലിയ കളർഫുള്ളായിട്ട് എനിക്ക് തോന്നി. അത് രസമില്ല കാണാൻ. വേണം ഈ പൊടിയൊക്കെ ഉണ്ട്, ഒത്തിരി ആക്കാം. പക്ഷേ ഇത് എനഫാണ്. നമ്മളൊരു വണ്ടി നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. മനസ്സിലിങ്ങനെ ഉണ്ട്, ഒരു ക്യൂട്ടായിട്ടൊരു ഒത്തിരി വലിയ വണ്ടി വേണ്ട, ഒരു ഒതുങ്ങിയ വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ തീരെ ചെറുതും ആവണ്ടെന്ന് വിചാരിച്ച് വണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് എല്ലാം കൂടി ഇഷ്ടപ്പെടുന്നത് ചിലത് എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നിങ്ങളോട് കണ്ടിട്ട് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് പറയണേ. ഇൻറ്റീരിയർ എനിക്ക് ഇഷ്ടപ്പെട്ടത് MGയുടെ നല്ലതാണ്. ലെക്സസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലെക്സസ് എല്ലാവരും വലിയ ആന തേങ്ങ നല്ലതാ, ഭയങ്കര സൂപ്പറാന്നൊക്കെ. പക്ഷെ എനിക്കെന്തോ ലെക്സസിനോട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ വണ്ടി വാങ്ങുന്നതിന് മുന്നും ഒന്ന് നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഷേപ്പ് കൊണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല വണ്ടി നല്ലതായിരിക്കും, നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നല്ലതാണ്. അല്ലാതുള്ള കാര്യങ്ങൾ എനിക്ക് കാഴ്ചയിൽ അതിനൊരു ലുക്ക് വേണം. എനിക്ക് അതിൻ്റെ ബാക്ക് സൈഡ് എപ്പോഴും നല്ല രസമായിരിക്കും വണ്ടിയുടെ. ലെക്സസിൻ്റെ ഷെയർ നാളെ ഇടിയുമായിരിക്കുമല്ലോ. ലെക്സസിൻ്റെ ഷെയർ നാളെ ഇടിയോ, കഷ്ടമായിപ്പോല്ലോ. എനിക്ക് വണ്ടിയുടെ പുറകെ കാണാൻ നല്ല സുന്ദരമായിരിക്കണം. ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ലേ, നല്ലതായിരിക്കണം. അതുപോലെ ഇതേണ്ട എടുക്കുന്ന ഒരു കൂപ്പർ. ഈ കൂപ്പറും ഇത് കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ടൊരു അവസ്ഥയിൽ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചുമ്മാ പേര് മാത്രമേ ഉള്ളൂ വണ്ടികളുടെ. ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ, ആപ്പിൾ ഫോണും നമ്മുടെ സാംസങ്ങിന്റെ കാര്യം മുതൽ ആപ്പിളിനെ കുറ്റം പറയല്ലേ കേട്ടോ. ആപ്പിളിനെ കുറ്റം പറയാം, ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ആപ്പിള്.
എനിക്ക് ഇതുപോലെ ഇഷ്ടമില്ലാത്തൊരു ഫോണ് എന്ന് പറയുന്നല്ലോ കൂപ്പർ ചുമ്മാ ഓരോരുത്തർക്ക് ഓരോ ഒരു അത് നല്ല ഇതല്ല എന്ന് ചുമ്മാ ഒരു എന്നെ കണ്ടെന്ന വേറെ എന്തെങ്കിലുമൊക്കെ പേരിടങ്ങി ഇടാം. എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതൊന്നും എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കാണുവാണെങ്കിൽ ഞാൻ പറയാം. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടതാണ്. ഒരു വീഡിയോയില്ല, പല വീഡിയോയിലും പലരും ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കുപ്പികളിൽ ഇങ്ങനെ ഉപ്പിലിട്ട് നമ്മൾ മാങ്ങയൊക്കെ വെക്കത്തില്ല, പഴുത്ത മാങ്ങ വെക്കുന്ന പോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് പൈനാപ്പിൾ അങ്ങനെയൊക്കെ പല ഐറ്റംസ് ഇട്ട് ഉപ്പിലിട്ടത് കഴിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്നും ഒരു ആശ ഉണ്ടായിരുന്നു ഇതൊന്ന് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷ് പുറത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു കുപ്പി കൊണ്ട് തരാവുന്നു. അപ്പോൾ ഇഷ്ടം മാറ്റിട്ട് വന്നാണ് ഈ ഒരു ഭരണി. നല്ല രസമില്ലേ കാണാൻ, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിന് എന്തായാലും ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ ഇതിനകത്ത് ഇടുന്നതെന്ന് കാണാൻ ദേ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കാണുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാൻ എന്തൊക്കെ ഇട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോഴേക്ക് നെല്ലിക്ക കിട്ടി കേട്ടോ. കുറച്ച് നെല്ലിക്ക ഇതിനകത്ത് ആടിയാന്ന് വിചാരിച്ചു, കുറച്ച് ഫ്രൂട്ട്സും. അപ്പോൾ എന്തായാലും ഞാൻ ഇവരെ എല്ലാം കൂടെ പെറുക്കി ഇതിനകത്തോട്ട് ഇടാൻ പോവാണ്. നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും 2 ദിവസങ്ങളിൽ ഇരിക്കാതെ ഇതിന് ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ വെള്ളം ഓൾറെഡി തിളപ്പിച്ച് ആട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കെറ്റിലിൽ. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം. നെല്ലിക്ക ഇട്ടിട്ടുണ്ട്. അതുപോലെ നെല്ലിക്ക സെപ്പറേറ്റ് ഇടുന്നത് നല്ലതായിരിക്കും. ഇനി എല്ലാത്തിൻ്റെയും കൂടെ ടേസ്റ്റ് അവിയൽ വരുമാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ ഇരിക്കട്ടെ. മുന്തിരി നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടിച്ചിടാം. മധുരം പുളി എല്ലാം വേണേ. എനിക്ക് പണ്ടേ ഫ്രൂട്ട്സ് വലിയൊരു ആരാധികയല്ല ഞാൻ. ചെറുനാളിലൊക്കെ എനിക്ക് മുന്തിരി ഇഷ്ടമായിരുന്നു. നല്ല മധുരമുള്ള മുന്തിരിയാണ് ഇഷ്ടമാണ്. ഹൈദരാബാദിലായിരുന്ന സമയത്ത് പഠിച്ച സമയത്ത് ഇഷ്ടംപോലെ മുന്തിരി വച്ചിട്ടുണ്ടായിരുന്നു. നല്ല മധുരമാണ് ഇവിടുത്തെ മുന്തിരിക്ക്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഇനി നമ്മുടെ പല്ലിൻ്റെ എന്തെങ്കിലും പുളിപ്പുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് എന്തായാലും എല്ലാത്തിനും ഭയങ്കര പുളിപ്പ്. ഓറഞ്ചിനും എനിക്ക് ഫ്രൂട്ട്സ് ആകെ ഇഷ്ടം വിരലാണ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇവരെ എല്ലാവരെയും ഇതിനകത്ത് പൊട്ടിച്ചിടാം. സീഡ്ലെസ് ആണ് കേട്ടോ, കുരുവില്ലാത്ത മുന്തിരിയാണ്. അപ്പോൾ നമുക്ക് ഉപ്പിലിട്ടിപ്പം ഏത് അവസ്ഥയിൽ എത്തുമെന്ന് അറിയത്തില്ല. നിങ്ങൾക്കും ആകാംക്ഷയില്ല, എനിക്കതൊരു ആകാംക്ഷയാണ്. അപ്പൊ നമ്മുടെ കുട്ടന്മാരെ എല്ലാരെയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നെല്ലിക്കയും മുന്തിരി 2 ടൈപ്പും ആപ്പിളും പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. വേണ്ട, ഇത്ര ഉള്ളൂ. ഇതിനകത്ത് കൊള്ളാം, അത്ര ഇടയേ ഉള്ളൂ. അപ്പൊ അതങ്ങനെ നമുക്ക് നടത്താം അല്ലെ, നോക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്തല്ലോ. എനിക്ക് ഒരു കാര്യം മറന്നുപോയി, പച്ചമുളക് അത്യാവശ്യം. പ്രധാനമായിട്ടും പച്ചമുളക് അവനെ ഞാനിങ്ങനെ കട്ട് ചെയ്തിടുവാണേ. നമുക്ക് കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു രസം അല്ലേ. നോക്കാം എന്താവുമോ എന്തോ. ഭയങ്കര എരിവായിട്ട് ഇനി വായുവൊക്കെ ആയിരിക്കുമോന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മുടെ സുന്ദരക്കുട്ടനെ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ, ക്യൂട്ടായിട്ടുണ്ട്. ഇതിന്റെ അവസ്ഥ എന്തായാലും നിങ്ങളെ പിന്നീട് കാണിക്കാമേ. നമുക്കിതിനെ അടച്ചു വെച്ച് നമ്മളിതിനെ അടച്ചു വെച്ച് സുന്ദരനായിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് എന്നും ഇത് നോക്കണമല്ലോ, മറന്നു പോകരുതേ. നമ്മൾ ഇതിനെ നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ എടുത്ത് ഇങ്ങനെ കഴിക്കണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നാലും അറിയത്തുള്ളൂ, 2 ദിവസമൊക്കെ കഴിഞ്ഞാലേ ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ അല്ലേ. ലുക്ക് അറ്റ് ദിസ് പരിപ്പുട കേട്ടോ, ഞാൻ കൊണ്ടുവന്നിട്ടെ. എങ്ങോട്ട് കൂട്ടാ? കുഴപ്പമില്ല, നാട്ടിൽ പോയി കഴിക്കുന്ന ഒരു ഇത് കിട്ടിയില്ല. പക്ഷേ കുഴപ്പമില്ല, ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിപ്പോൾ എന്ത് കിട്ടിയാലും സൂപ്പറാ. ഇതിനെ ഒരു ജീവന്റെ കുറവുണ്ട്, എന്തോ ഒരു ജീവനില്ല സാധനത്തിന്. ഞാൻ ഉണ്ടാക്കിയതല്ല ഇത് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇച്ചിരി സ്നേഹം അതിനകത്ത് വാരി വെതറാനുണ്ട്. അതിൻ്റെ ഒരു കുറവാണ് ഈ കാണുന്നത്. നല്ല ഇറ്റ്സ് ഓക്കെ. വൈകുന്നേരമായി സമയം ഇപ്പം വന്നിട്ട് ഒരു 5:45 വൈകുന്നേരം. നമ്മുടെ ഉണ്ടോ കാലാവസ്ഥ മാറി വരുന്ന കണ്ടോ, സമ്മറിലേക്ക് മാറുകയാണ്. നമ്മൾ ഈ ആഴ്ച നമ്മൾ ക്ലോക്ക് തിരിക്കും. നിങ്ങൾ ക്ലോക്ക് തിരിക്കാൻ പോകാം. 1 മണിക്കൂർ ഫ്രണ്ടിലോട്ട് വെക്കും. അതെ, ഫ്രണ്ടിലോട്ടല്ലേ നമ്മൾ വെക്കുന്നത്? അതെ, ഫ്രണ്ടിലോട്ടാണ്. ഫ്രണ്ടിലോട്ട് വെക്കും. എനിക്കെന്താ ആക്രമണപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ രാവിലെ തൊട്ടുള്ള ഷൂട്ടിങ്ങാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ്. എത്ര ഉടുപ്പിന്ന് മാറിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നമുക്ക് കാണാൻ ബാക്കി വിശേഷമായിട്ട് കേട്ടോ. ഇന്നത്തെ ദിവസം ജഗ പുകയായിരുന്നു, നല്ല തിരക്കായിരുന്നു, ഒരുപാട് ഷൂട്ട് ചെയ്ത ദിവസമാണ്. അപ്പോൾ എന്തായാലും കിടക്കാറായി. സാധാരണ ഓരോ പ്രാവശ്യം കഴിച്ച് കഴിയുമ്പോഴേക്കും
ഇവിടെ കൊണ്ട് നമ്മൾ വെക്കും, വാഷ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്നത്തെ തിരക്കാണ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പം രാത്രിയിലുള്ള പരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാം എടുത്ത് ഇതുപോലെ വെക്കും. നേരെ വെളുത്ത് വാഷ് ചെയ്ത് സുന്ദരമായിട്ട് തന്നെ ഇരിക്കും. സാധാരണ എല്ലാവരും റിൻസ് ചെയ്തിട്ട് വെക്കാറുണ്ട്. ഞാൻ റിൻസ് ചെയ്ത് വെക്കാറില്ല. ഇതേൽ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് എടുത്ത് കളയത്തുള്ളൂ. പക്ഷെ അങ്ങനെ പ്രശ്നമില്ല. ഇതെല്ലാം ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് എല്ലാം കളഞ്ഞേക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് നമ്മൾ തന്നെ വാഷ് ചെയ്ത് കിട്ടും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം എത്ര പെട്ടെന്നാണ് പോകുന്നത് അല്ലേ. നേരം വെളുക്കുന്ന മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് ഒരാഴ്ചയൊക്കെ ഒരു ദിവസം പോലെ പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. സമയം തികയാത്തായിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ബിസിയാക്കി നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് സമയം പോകുന്നത് അറിയാത്തത്. ഒരു രക്ഷയില്ല. നേരം വെളുത്തപ്പം തൊട്ട് ഓരോ പരിപാടികളായിട്ട് അതിൻ്റെ ഇടയ്ക്ക് എത്ര ഷൂട്ടിങ് നടത്തി, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ റൺ ചെയ്യാനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നതെന്നറിയാം. ഒരു കണക്കിന് നല്ലതാണ്. എന്നാലും പെട്ടെന്ന് വർഷങ്ങളും മാസങ്ങളൊക്കെ കടന്നു പോകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മുടെ ഒരു രക്ഷയില്ല, നമ്മൾ മടുത്തു പോയി. ഇനിയിപ്പോൾ എങ്ങനെയും ഒന്ന് ബെഡിൽ പോയാൽ മതി എന്നുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. കിച്ചണിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ വരികയാണ്. ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടിയും എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞ് കിച്ചണും അടച്ചിട്ട് പോവുകയാണ്. ഇനി കിടന്ന് സുന്ദരമായിട്ടൊന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങി എഴുന്നേറ്റ് വീണ്ടും ഇത് തന്നെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്. ബൈ.